KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സർക്കാർ ഇപ്പോൾ അനുവദിക്കുകയാണ്. സ്വകാര്യ ബസ് മേഖല ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. ഇത് തങ്ങളെ തകർക്കുന്ന തീരുമാനം എന്നാണ് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥ് 24നോട് വ്യക്തമാക്കിയത്. ഇപ്പോൾ സ്വകാര്യ ബസ്സുകളിൽ കയറുന്ന മഹാഭൂരിപക്ഷം പേരും യാത്രക്കാരും ഇപ്പോൾ സ്ത്രീകളാണ്. സ്ത്രീകളില്ലാതെ സ്വകാര്യ ബസ്സുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ആ സ്ത്രീകളെ മുഴുവൻ KSRTC ബസ് സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് അങ്ങോട്ട് KSRTC ബസ്സുകളിലേക്ക് പോകാൻ തുടങ്ങിയാൽ പിന്നെ സ്വകാര്യ ബസ്സുകളിൽ കയറാൻ വിദ്യാർത്ഥികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സാധാരണ യാത്രക്കാരെ കൂടി ഉള്ള കുറച്ച് സാധാരണ യാത്രക്കാരന് വിദ്യാർത്ഥികൾക്ക് കൂടി സൗജന്യം KSRTC കൊടുത്താൽ പിന്നെ ഈ മേഖല തകരും. ഇത് സ്വകാര്യ ബസ് മേഖല മാത്രമല്ല, ഇത് സംസ്ഥാനത്തെ പൊതുഗതാഗത മേഖല അപ്പാടെ തകരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കണക്കൂട്ടൽ. അതുകൊണ്ട് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്തി ഈ മേഖലയെ കൂടി സംരക്ഷിക്കാനുള്ള ഒരു നടപടി ഉണ്ടാക്കും. അതേസമയം പദ്ധതി നടപ്പിലാകുമോ എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് KSRTCയിലൊക്കെ യാത്ര ചെയ്യുന്ന വനിതാ യാത്രക്കാർ. ഒരുപാട് സന്തോഷം. പറഞ്ഞ വാക്ക് ആദ്യത്തെ ദിവസം തന്നെ നടപ്പിലാക്കിയതിന് യാത്ര ചെയ്യാം. കാത്തിരിക്കുകയാണ് ആ ദിവസത്തിന് വേണ്ടി. ആദ്യം വരട്ടെ, എന്നിട്ട് പറയാം. ജൂൺ 15 മുതൽ പ്രഖ്യാപിച്ചതല്ലേ ഉള്ളൂ. അപ്പം നിയമത്തിലാകട്ടെ. 15 കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ യാത്ര ചെയ്ത് നോക്കട്ടെ, അതിന് ശേഷം പറയാം. 15 മുതലാണോ? ഞാനോർത്ത് ഇന്ന് മുതലായിരിക്കും. നല്ല കാര്യ. സ്ത്രീകൾക്ക് അതുപോലെ തന്നെ നല്ല സുരക്ഷിതയും വേണം. യാത്ര തന്നെ പോരാ അല്ലേ? വിചാരിച്ചു ഇന്ന് മുതലാണ് എന്നാണ് വിചാരിച്ചത്. അതാണ് ഇന്ന് വന്നത്. ഹാപ്പിയാണ്. സന്തോഷം കേട്ടതിന്. യാത്ര ചെയ്യാം എവിടെ വേണമെങ്കിലും. അങ്ങനെയില്ല, എന്നാലും നമുക്കൊരു സന്തോഷം. ഇത്രയേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.